Hello, guys. Welcome back to the newspaper analysis session brought to you by Island IS Ignite Foundation. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെപ്റ്റംബർ 25th ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഓഫ് കോഴ്സ് വി ഹാവ് ടേക്കൺ ദി ബെസ്റ്റ് ഓഫ് ദി ആർട്ടിക്കിൾസ് ഫ്രം ദ ഹിന്ദു ആസ് വെൽ എസ് ഇന്ത്യൻ എക്സ്പ്രസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്, ഇന്നലെ ഞാൻ അറ്റ് ദി എൻഡ് ഓഫ് ദി വീഡിയോ ഐ ഹാഡ് ഇൻഫോംഡ് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു വിച്ച് കെയിം ഇൻ ദി ഇന്ത്യൻ എക്സ്പ്രസ് അബൌട്ട് ദി സൈമൾട്ടേനിയസ് പോൾസ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച്. ഇറ്റ് നീഡ്സ് എ മച്ച് ലാർജർ ഡിസ്കഷൻ. സോ അതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ലീഡ് ടോപ്പിക് ഫോർ ദ ഡേ. സോ നമ്മൾ സൈമൾട്ടേനിയസ് പോൾസ് ഷുഡ് വി നീഡ് ഓർ നോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് കുറച്ച് എക്കണോമിസ്റ്റ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായിരിക്കും നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇന്നത്തെ പത്രത്തിൽ ആദ്യത്തെ പേജിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, ദർ ഹാവ് ബീൻ വയലൻറ്റ് പ്രൊട്ടസ്റ്റ് ഇൻ ലേ വിച്ച് ഇസ് പാർട്ട് ഓഫ് ദി ലഡാക്ക് യൂണിയൻ ടെറിട്ടറി. അവരുടെ കുറച്ച് ഡിമാൻഡ്സിനെ അഡ്രസ്സ് ചെയ്ത് ഇതുവരെ നടക്കാത്തതുകൊണ്ട് വയലൻ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ, അത് ഞാൻ ആ കോണ്ടെക്സ്റ്റ് വരുന്ന സമയത്ത് എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ആ ഒരു സ്കീമാണത്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് കാണേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ഇറ്റ് ഇസ് മേക്കിംഗ് എ 10 years, എ ഡെക്കേഡ് ഓഫ് സെൽഫ് റിലയൻസ്. 10 വർഷമായി അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ വി ഹാവ് ടു സീ വാട്ട് ഇറ്റ് ഇസ് ദെയർ ആൻഡ് ഗവൺമെൻറ് ഇസ് പ്രൊമോട്ടിംഗ് ഇറ്റ് ഇൻ എ വെരി ലാർജ് വേ. സോ അതായിരിക്കും നമ്മൾ ഇന്ന് 3 ലീഡ് ടോപ്പിക്സ് ഫോർ ദ ഡേ. അതല്ലാതെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എഡിറ്റോറിയൽ ഒരെണ്ണം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ദ ഹിന്ദുവിൽ വന്നിട്ടുള്ളത്. പിന്നെ 2-3 കാര്യങ്ങളുണ്ട് റിഗാർഡിംഗ് ദ മെഡിക്കൽ സീറ്റ്സ്. പിന്നെ കുറച്ച് മെയിൻസിൽ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ പറയുന്നുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആർട്ടിക്കിളിലേക്ക് നമുക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് അബൌട്ട് ദി സൈമൾട്ടേനിയസ് പോൾസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു എക്കണോമിസ്റ്റിനെ കുറിച്ച്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ആർട്ടിക്കിൾ വന്നിരുന്നതാണ്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ആർട്ടിക്കിളാണ്. പക്ഷേ ഇന്ന് ഇത് ഞാൻ ആക്ച്വലി വെനസ്ഡേ ക്ലാസ് എടുക്കുന്ന സമയത്തായിരുന്നു, ട്യൂസ്ഡേ ക്ലാസ് എടുത്ത സമയത്തായിരുന്നു അത് പറഞ്ഞിരുന്നത്. 2 days ആഫ്റ്റർവേർഡ്സ് ഇത് ആക്ച്വലി ദ ഹിന്ദുവിൽ ഇന്നത്തെ പേജിനകത്ത് ആക്ച്വലി വന്നിട്ടുണ്ട്. സൈമൾട്ടേനിയസ് പോൾസിലെ കമ്മിറ്റിയിൽ മീറ്റിംഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് ഈ ആർട്ടിക്കിൾ പോകുന്നതിന് മുമ്പ് എന്താണ് ഈ സൈമൾട്ടേനിയസ് പോൾസ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ സൈമൾട്ടേനിയസ് പോൾസ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ദിസ് ഈസ് ആക്ച്വലി ദി ഐഡിയ ഓഫ് വൺ നേഷൻ വൺ എലക്ഷൻ ഹോൾഡിംഗ് ദി സൈമൾട്ടേനിയസ് എലക്ഷൻസ് അക്രോസ് ദ കൺട്രി. അതായത് നമുക്കിപ്പോൾ അറിയാം, നമുക്ക് പാർലമെൻറ്റിന് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വോട്ടിംഗ് ഏജ് ആയിട്ടുണ്ടാവണം, ഡെഫിനറ്റ്ലി ആയിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് മേ ബി യു നീഡ് നോട്ട് ഹാവ് വോട്ടഡ് ഫോർ നൗ. ഇനിയൊരു എലക്ഷൻസ് ഇപ്പോൾ വരാൻ പോവുകയാണ്. 2026 കേരള എലക്ഷൻസ് വരുന്നുണ്ട്, അസംബ്ലി എലക്ഷൻസ്. അപ്പോൾ അസംബ്ലിക്ക് നമ്മൾ വോട്ട് ചെയ്യാറുണ്ട്. നമുക്ക് പാർലമെൻറ്റിലെ MP-മാരെ തിരഞ്ഞെടുക്കാൻ നമ്മൾ വോട്ട് ചെയ്യാറുണ്ട്. യൂഷ്വലി നമ്മുടെ ഒരു ജനറേഷൻ സമയത്തൊക്കെ നമ്മൾ രണ്ടും ഡിഫറൻ്റ് ആയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത്, അതായത് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ എലക്ഷൻസ് നടക്കുന്നതൊക്കെ സൈമൾട്ടേനിയസ് ആയിട്ടായിരുന്നു എലക്ഷൻസ് നടന്നിരുന്നത്. അതായത് ആദ്യത്തെ ഒരു ടൈമിലൊക്കെ, അതായത് 1952 നമ്മുടെ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻസ് നടക്കുന്നത്. അപ്പോൾ ലോക്സഭയും നമ്മുടെ ആ സമയത്തുണ്ടായിരുന്ന സ്റ്റേറ്റ്സിൻ്റെ അസംബ്ലീസിനെയും എല്ലാം ഇലക്ഷൻസ് സൈമൾട്ടേനിയസ്ലി നടന്നിരുന്നു. പക്ഷേ അതെന്താ കാര്യം, നമുക്ക് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കേരളയിൽ പ്രസിഡൻസ് റൂൾ ആദ്യമായിട്ട് വന്നു. 1959 ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ കേരളത്തിലാണ് പ്രസിഡൻസ് റൂൾ വരുന്നത്. അത് വരുന്ന സമയത്ത് ആ ഒരു അസംബ്ലിയുടെ ഒരു ആ ഒരു ടേം ടെർമിനേറ്റ് ചെയ്ത് പോവുകയാണ്. മാത്രമല്ലാതെ 1968-69 സമയത്തിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ കോൺഗ്രസ് മിനിസ്ട്രീസ് ഫോം ചെയ്തായിരുന്നു കുറേ സ്റ്റേറ്റ്സിൽ. അപ്പോൾ ആ ടൈമിൽ കോൺഗ്രസ് ആയിരുന്നു സെൻട്രൽ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനെ ഡിസോൾവ് ചെയ്തിരുന്നു ആ ഒരു ഇലക്ഷൻ ടൈമിലൊക്കെ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമച്വർ ഡിസൊല്യൂഷൻ ഓഫ് സം ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഇൻ 1968 and 69 ഡിസ്റപ്റ്റഡ് ദി സൈക്കിൾ ഓഫ് സൈമൾട്ടേനിയസ് ഇലക്ഷൻസ്. അത് നമ്മൾക്ക് കൂടുതൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോകും. ഒന്ന് കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക, സെൻട്രൽ ഗവൺമെൻറ് കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൽ ഒരുപാട് റീജിയണൽ പാർട്ടീസ് വന്നു. ഈ 1968 ഇലക്ഷൻസിന് നോൺ കോൺഗ്രസ് മിനിസ്ട്രീസ് വന്നു. അങ്ങനെ വന്ന സമയത്ത് ദി സെൻട്രൽ ഗവൺമെൻറ് യൂസ് ദിസ് പവർ ടു ഡിസ്മിസ് സം ഓഫ് ദി നോൺ കോൺഗ്രസ് മിനിസ്ട്രീസ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു മിസ്മാച്ച് വന്നു. അങ്ങനെ നമ്മൾ പല സമയത്ത് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോയി. പക്ഷേ ഇപ്പം നമ്മൾ പറയുന്നത് ദി സെൻട്രൽ ഗവൺമെൻറ് റൈറ്റ് നൗ വാണ്ട്സ് ടു ഗോ ബാക്ക് ടു ദി സൈമൾട്ടേനിയസ് ഇലക്ഷൻസ്. നമുക്കറിയാം, നമുക്ക് എല്ലാ ഇലക്ഷൻസും നമ്മളൊരു 5 year ടേമിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ ലോക്സഭയായാലും അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആയാലും ഇറ്റ് ഈസ് ആക്ച്വലി ഇലക്റ്റഡ് ഫോർ ദ പീരീഡ് ഓഫ് 5 years എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലത്തെ ടേം എൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യപ്പെടുന്നതോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഇലക്ഷൻ
ഇലക്ഷൻ സൈക്കിള് നോൺ സിങ്ക്രണസ് ആവുകയാണ്, അതായത് രണ്ടും രണ്ട് ടൈമിൽ കണ്ടക്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാധനത്തിനെ നമ്മൾ സിങ്ക്രണൈസ് ചെയ്യണം, സൈമൾട്ടേനിയസ്ലി കണ്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു 2 ബില്ല് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്. പക്ഷെ അത് ആക്ച്വലി അങ്ങനെ ഇതൊന്നും ആയിട്ടില്ല. ബിക്കോസ് ദെൻ ഇറ്റ് ഹാസ് ആക്ച്വലി ബീൻ സെൻറ്റ് ടു എന്താ പറയുക നമ്മുടെ ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീ രാംനാഥ് കോവിന്ദ്, അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റിയിലെ അടിയിൽ അവരൊരു 2024 ഒരു റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ റൈറ്റ് നൗ ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്കാണ് ഇത് പോയേക്കുന്നത്. അതായത് ബിൽ ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്, പക്ഷേ അതിനെ കൂടുതൽ ഡിസ്കസ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പഠിക്കാനും അതിന് നല്ലൊരു മെക്കാനിസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സജസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിൽ ഇപ്പോൾ അത് പോയിട്ടുണ്ട്. അപ്പോൾ ആ കമ്മിറ്റി ഒരുപാട് പേരുടെ വ്യൂസ് എടുക്കുന്ന സമയത്താണ് നമ്മൾ ഇന്ന് ഇവിടെ ആർട്ടിക്കിൾ കാണാൻ വേണ്ടി പോകുന്ന കുറച്ച് ആൾക്കാരുടെ അവരുടെ വ്യൂസ് തിരഞ്ഞെടുത്തത്. അവരുടെ വ്യൂസ് നമുക്ക് കാണാം, പക്ഷേ വി ഹാവ് ടു ലുക്ക് അറ്റ് ഇൻ ടു ഇറ്റ് വാട്ട് ദി 2 ബിൽസ് വെയർ. ഫസ്റ്റ് ബിൽ എന്ന് പറയുന്നത് തന്നെ ഹോൾഡിംഗ് ദി സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് ഇൻ ലോക്സഭ ആൻഡ് രാജ്യസഭ. അപ്പോൾ ഇത് നമ്മുടെ രാംനാഥ് കോവിന്ദ് പാനൽ സജസ്റ്റ് ചെയ്തതുപോലെ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, വെയറിൻ വീൽ റിക്വയർ എ സ്പെഷ്യൽ മെജോറിറ്റി ഇൻ ലോക്സഭ ആൻഡ് രാജ്യസഭ. ബിക്കോസ് പല ടൈപ്സ് ഓഫ് മെജോറിറ്റി ഉണ്ട്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ ലോ പാസ് ചെയ്യുന്ന പോലെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ മെജോറിറ്റി നമുക്ക് വേണം. അപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റിയിൽ നമുക്ക് 50% ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദി ഹൗസ് വേണം. അതല്ലാതെ നമുക്ക് 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് എന്നുള്ള ഒരു സംഭവം വേണം, മെജോറിറ്റി വേണം. അതിനെ നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതുകൂടാതെ ആക്ച്വലി നമുക്ക് ഇതിനകത്ത് സാധാരണ രീതിയിൽ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നമുക്ക് എന്താ പറയുക ഇത് ഈ റാറ്റിഫിക്കേഷൻ വേണമെന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ഫെഡറൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന ഇതിനകത്ത് ഇഷ്യൂസിനകത്തൊക്കെ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്, ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്, നമുക്കിപ്പോൾ 28 സ്റ്റേറ്റ്സ് ഉണ്ട്. ആ 28 സ്റ്റേറ്റ്സിൻ്റെയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻഡ് അബവ് 50% അബവ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഷുഡ് എന്താ പറയുക അപ്രൂവ് ദിസ് എന്താ പറയുക സംഭവം ആൻഡ് റാറ്റിഫൈ ദിസ് വിത്ത് എ സിമ്പിൾ മെജോറിറ്റി എന്നുള്ള രീതിക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. പക്ഷേ ഇറ്റ് ക്യാൻ ബി പാസ്ഡ് വിത്തൗട്ട് ദി റാറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് അസംബ്ലീസ് എന്നാണ് ഈ ഫസ്റ്റ് ബില്ലിൻ്റെ കാര്യത്തിലേക്ക് ഇത് പറയുന്നത്, രാംനാഥ് കോവിന്ദ് പറയുന്നത്. പക്ഷേ നമുക്ക് ഹോൾഡിംഗ് അതായത് നമുക്ക് സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ഇലക്ഷൻസും ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ആസ് വെൽ ആസ് ഈ പറഞ്ഞ ലോക്കൽ അസംബ്ലീസ് ഇത് ഇത്രയും ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ ഒരു പ്രൊവിഷൻസ് വെച്ചിട്ട് നമുക്ക് സ്പെഷ്യൽ മെജോറിറ്റി മാത്രം വെച്ച് നമുക്ക് ആക്ച്വലി എലക്ഷൻസ് ടു ദി ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിനെ നമുക്ക് ചെയ്യാം. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ അപ്രൂവൽ ആവശ്യം വരുന്നില്ല. അതാണ് ഈ ഫസ്റ്റ് ബിൽ. ഇറ്റ് ഇസ് കൺസേണിംഗ് ഓൺലി ലോക്സഭ ആസ് വെൽ ആസ് അസംബ്ലി എലക്ഷൻസ്. അത് അതിൻ്റെ ഒരു പാർലമെൻറ്റിൻ്റെ പവറിൻ്റെ ആംബിറ്റിൽ വരികയാണ്. ഈവൻ ദോ ഇറ്റ് റിക്വയർസ് എ സ്പെഷ്യൽ മെജോറിറ്റി, പാർലമെൻറ്റ് അലോൺ ക്യാൻ ഡു ഇറ്റ്. പക്ഷേ ഈ പറഞ്ഞത് ലോക്കൽ ബോഡി ഇലക്ഷൻസിനെ നമുക്ക് ഈ ഫസ്റ്റ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്ത് 100 ദിവസത്തിനുള്ളിൽ തന്നെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളൊരു പ്രപ്പോസൽ ഉണ്ട്. ആ പ്രപ്പോസൽ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പെഷ്യൽ മെജോറിറ്റിയും വേണം, പിന്നെ ദി റാറ്റിഫിക്കേഷൻ ഓഫ് മോർ ദാൻ ഹാഫ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ്സ്. ഈ ഒരു കണ്ടീഷനും കൂടെ നമുക്ക് ചെയ്തേ പറ്റും. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെൻ്റ് ആണ് ഈ ഒരു കാര്യത്തിനകത്ത്. കാരണം ലോക്കൽ ബോഡീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആംബിറ്റിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് സ്റ്റേറ്റിൻ്റെ റാറ്റിഫിക്കേഷൻ നമുക്ക് വേണ്ടി വരുന്നത്. പക്ഷേ എലക്ഷൻസ് ടു ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആസ് വെൽ ആസ് പാർലമെൻറ്റ് നമുക്കൊരു സ്പെഷ്യൽ മെജോറിറ്റി ബൈ ദി പാർലമെൻറ്റ് അലോൺ മാത്രം മതി. ഇതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് എക്കണോമിസ്റ്റ് ഇപ്പോൾ ഒപ്പൈൻ ചെയ്യാണ്, ലൈക്ക് എന്താണ് വേണ്ടത്, അത് ശരിയാണോ തെറ്റാണോ, ഇത് എത്രത്തോളമാണ് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണകാരിയ എന്ന് പറയുന്നത് ശ്രീ അരവിന്ദ് പണകാരിയ, ഇദ്ദേഹം ആക്ച്വലി നമ്മുടെ 16th ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാനാണ്. ദാറ്റ് ഈസ് വൈ ദിസ് ആർട്ടിക്കിൾ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് വിച്ച് ആക്ച്വലി ക്യാരീസ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ഇൻ അവർ ഡെമോക്രസി ആസ് വെൽ ആസ് ദി കൺട്രി. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴത്തേക്കും ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ ആയിട്ടുള്ള ഒരാൾ ഈ ഒരു കാര്യത്തിൽ ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ നമ്മളത് ആക്ച്വലി ഒരു വിലക്കെടുക്കാനുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആക്ച്വലി ഇന്നത്തെ ഇതിനകത്ത് പറയുന്നത് ഒരു മോണ്ടേക്ക് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യും. മോണ്ടേക്ക് എന്ന് പറയുന്നത് മോണ്ടേക്ക് സിംഗ് അഹലുവാലിയ എന്നാണ്. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല, ഞാനും പഠിക്കുന്ന സമയത്തായിരുന്നു കേട്ടത്. അപ്പോൾ ഇദ്ദേഹം ആക്ച്വലി നമ്മുടെ നേരത്തെ ഇപ്പോൾ നീതി ആയോഗ് നമ്മൾ പറയുന്നുണ്ട്, ആ നീതി ആയോഗിന് മുന്നേ വന്നിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒരു ഫോർമർ വൈസ് ചെയർമാൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈസ് എ വെരി വെൽ നോൺ എക്കണോമിസ്റ്റ് ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് നമ്മൾ പൊതുവേ കാണപ്പെടുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒപ്പീനിയൻസാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ ഹി ടോൾഡ് ദാറ്റ് ദ ഫ്രീക്വൻറ്റ് പോൾസ് മേക്ക് ദ യൂണിയൻ ഗവൺമെൻറ് ഹെസിറ്റൻറ്റ് ടു ഇനാക്ട് റിഫോംസ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ ഇൻ ദി സബ്മിഷൻ ടു ദി ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി സ്ക്രൂട്ടനൈസിംഗ് ദ സൈമൾട്ടേനിയസ് ബിൽസ് ഹി സജസ്റ്റ് ദാറ്റ് ദി ഫ്രീക്വൻറ്റ് പോൾസ് ക്യാൻ ഡിലേ ദ റിഫോംസ്. അതായത് ഇങ്ങനെ ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇലക്ഷൻ എപ്പോഴാണ് നടന്നത്? 2024 നമ്മൾ യൂണിയൻ ഗവൺമെൻറ് പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നു. അത് കഴിഞ്ഞ ഉടൻ തന്നെ ആ വർഷത്തിൻ്റെ എൻഡിൽ തന്നെ വേറെ കുറേ സ്റ്റേറ്റ്സിൻ്റെ ഇലക്ഷൻ വന്നു. ഇപ്പോൾ നമുക്ക് ബീഹാറിൻ്റെ ഇലക്ഷൻസ് വരാൻ
വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് 2026 തുടക്കത്തിൽ വെസ്റ്റ് ബംഗാൾ, കേരള, തമിഴ്നാടു ഈ സ്റ്റേറ്റ്സിൻ്റെയൊക്കെ ഇലക്ഷൻസ് വരുന്നു. അപ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻസ് ഓരോ സമയം വരുമ്പോഴും ഈ നമുക്ക് ഒരുപാട് കൺസ്ട്രെയിൻസ് വരും. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല ഇതിനു മുന്നേ ഒരു മോറൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇലക്ഷൻസ് വരുന്നതിന് മുന്നേ ഇലക്ഷൻ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺസ് ദി ഇലക്ഷൻ ഇസ് അനൗൺസ്ഡ് ടിൽ ദി ഡിക്ലറേഷൻ ഓഫ് ദി റിസൾട്ട് ഒരു മോറൽ കോഡ് ഓഫ് കണ്ടക്ട് പ്രാബല്യത്തിൽ വരും. വേറെ ദി ഗവൺമെൻറ്റ്സ് കനോട്ട് എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ഓർ അനൗൺസ് മെനി മേജർ പ്രോജക്ട്സ്. അതായത് സ്റ്റേറ്റിലെ ഇലക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറ്റില്ല. സെൻട്രൽ ഗവൺമെൻറ് കനോട്ട് ഡിക്ലെയർ ബിഗ് അനൗൺസ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദാറ്റ് സ്റ്റേറ്റ്. ഒരു ഓൾ ഇന്ത്യ ലെവലിൽ അവർക്ക് ചെയ്യാം, പക്ഷേ ആ സ്റ്റേറ്റിനെ മാത്രം കൺസേൺ ചെയ്യുന്ന രീതിക്ക് അവർക്കൊരു മേജർ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിലൊരു മോറൽ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ വരുന്ന സമയത്ത് അത് വലിയ വലിയ റിഫോംസ് ഇനാക്ട് ചെയ്യാൻ ആ ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള രീതി, ഈവൻ ഇഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് വാണ്ട്സ് ടു ഡു സോ, അത് അവർക്ക് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു ഇത് വരുന്ന സമയത്ത് ഇറ്റ് ആക്ച്വലി കൺസ്ട്രെയിൻസ് ദി സെൻട്രൽ ഗവൺമെന്റ് ആണെന്നുള്ള രീതിക്കാണ് ഈ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ഒപ്പൈൻ ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് പക്ഷേ ഇത് ഇദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ ആകുമ്പോഴത്തേക്കും ഈ മോണ്ടേക് സിംഗ് അഹ്ലുവാലിയ ഇദ്ദേഹം പറയുന്നത് ആക്ച്വലി അങ്ങനൊരു കാര്യമേ വരുന്നില്ല, ഈ രണ്ടും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല എന്നുള്ള രീതിക്കാണ് ഇദ്ദേഹം പറയുന്നത്. ആക്ച്വലി ഈ ഒരു ആർട്ടിക്കിളാണ് പറയുന്നത്. മോണ്ടേക് സിംഗ് Ahluwalia, he said that election expenditure would remain unaffected. There was no evidence to point out that there is a bump in the GDP. അതായത് നേരത്തെ നമ്മുടെ ഈ രാംനാഥ് കോവിന്ദ് അദ്ദേഹത്തിൻ്റെ പാനലിൽ പ്രസൻറ്റ് ചെയ്ത റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് സിങ്ക്രണൈസ്ഡ് ആയിട്ട് ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5% ഇൻക്രീസ് ഇൻ ദ GDP ഉണ്ടാവും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു എക്കണോമിസ്റ്റാണ് ഈ അഹ്ലുവാലിയ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവാനായിട്ടുള്ള കാര്യമൊന്നുമില്ല, അതിനൊരു പ്രത്യേകിച്ച് ക്ലിയർ ആയിട്ടുള്ള കണക്ഷൻ ഒന്നും ഇല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇദ്ദേഹം എക്സ്പെൻഡിച്ചറും വലുതായിട്ട് അഫക്റ്റ് ആവപ്പെടില്ല. അതായത് ഇലക്ഷൻ നടക്കുമ്പോൾ ഒരുപാട് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ ഈ പണകാര്യ സർ പറയുന്നുണ്ട്. ഹു ചെയർസ് 16th ഫിനാൻസ് കമ്മീഷൻ, ദിയർ ലാർജ് അക്കാഡമിക് എവിഡൻസ് ദാറ്റ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ റോസ് ബിഫോർ ദി ഇലക്ഷൻസ് ലീഡിംഗ് ടു ഹയർ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് വലുതായിട്ട് ഒരു ഇതില്ല, ബിക്കോസ് മോസ്റ്റ്ലി ദിസ് അഹ്ലുവാലിയ സർ ഇസ് ആക്ച്വലി അസോസിയേറ്റഡ് വിത്ത് കോൺഗ്രസ് ടൈം ഓഫ് ആ ഒരു ടൈമിലുള്ള ആളാണ്. പിന്നെ പണകാര്യ ആസ് യു നോ 16th ഫിനാൻസ് കമ്മീഷൻ ഇറ്റ് ഇസ് അപ്പോയിന്റഡ് ബൈ ദി BJP ഗവൺമെന്റ്. അപ്പോൾ ആ ഒരു ഡിഫറിംഗ് വ്യൂ പോയിന്റ്സും ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് അറിയാവുന്നത് ബേസിക്കലി നമ്മൾ ഇന്നലെ കണ്ടിരുന്നു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു സാധനം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻ ദിസ് പീരിയഡ് മൂവ്സ് അവേ ഫ്രം ദി ഈ പണകാര്യ പറയുന്നത് ഈ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ചെയ്യുന്നുണ്ട്, അതായത് കൂടുതൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ചെയ്യുന്നു. പക്ഷേ ഇലക്ഷൻ ടൈം ആകുമ്പോഴത്തേക്കും ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മാറിയിട്ട് റവന്യൂ എക്സ്പെൻഡിച്ചറിലേക്ക് പോകുന്നു. അതായത് വുമന് 7,000 രൂപ കൊടുക്കാം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ബീഹാറിൽ ഇങ്ങനെ വന്നൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ രീതിയിൽ കൊടുക്കുക, അതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. പ്രത്യേകിച്ച് ഇറ്റ് ഇസ് നോട്ട് ക്രിയേറ്റിംഗ് എനി അസെറ്റ്. സോ ദർ ഇസ് എ ഡിറ്റീറിയേഷൻ ഓഫ് ദി ക്വാളിറ്റി ഓഫ് ദി എക്സ്പെൻഡിച്ചർ എന്നുള്ള കാര്യം. മാത്രമല്ല ഈ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്യൂ ആണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ഈ 16th ഫിനാൻസ് കമ്മീഷൻ ആക്ച്വലി ഓപ്പറേഷനിലായിരുന്നു 2024 ഇലക്ഷന് മുന്നേ തന്നെ. പക്ഷേ ആ സമയത്ത് ഇലക്ഷൻ അനൗൺസ് ചെയ്തതുകൊണ്ട് ദേ വർ നോട്ട് ഏബിൾ ടു കൺസൾട്ട് വിത്ത് ദ സ്റ്റേറ്റ്സ്. അത് കാരണം ഒരുപാട് ഡിലേ വന്നു. ദിസ് മോറൽ കോഡ് ഓഫ് കണ്ടക്ട് എൻഫോഴ്സ് ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഡിലേ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡിഫറിംഗ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് ആണ് വരുന്നത്. നമ്മളൊരു സമ്മപ്പ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ എന്ന് പറയുമ്പോഴത്തേക്കും റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് ഇലക്ഷൻ കണ്ടക്ടിങ് ദ ഇലക്ഷൻ ഇൻ സെപ്പറേറ്റ് ഫേസസ്. അതായത് നമുക്കിപ്പോൾ ലോക്സഭയിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക, പക്ഷേ ഏകദേശം അതേ സെറ്റ് ഓഫ് ആൾക്കാർ തന്നെയാണ് ഇലക്ഷൻസ് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആ വോട്ട് ചെയ്യാനുള്ള മെഷീൻസും വോട്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ ഓഫ് പേഴ്സണൽ ആവശ്യവും നമുക്ക് അതേപോലെ തന്നെ ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ ആ രീതിയിലേക്ക് ഡബിൾ ദ കോസ്റ്റാണ് ഇപ്പോൾ ആവുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബൂസ്റ്റ് ദി വോട്ടർ ടേൺ ഔട്ട് ഡ്യൂ ടു കൺവീനിയൻസ്. അതായത് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ 2 ഇലക്ഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ വരുമായിരിക്കാം. ആ ഒരു നിഗമനത്തിലാണ് ഇറ്റ് ക്യാൻ ബൂസ്റ്റ് ദി വോട്ടർ ടേൺ ഔട്ട് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ റൂളിംഗ് പാർട്ടീനെ ഇറ്റ് ക്യാൻ ഫോക്കസ് ഓൺ ദി ഗവർണൻസ്. സെൻട്രൽ ഗവൺമെന്റിൽ റൂൾ ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും ഇലക്ഷൻ അനൗൺസ് ചെയ്യുമ്പം അവരെ സ്റ്റേറ്റ് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്, അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട്, നോട്ട് യൂസിങ് ദ വേർഡ് സുഖിപ്പിക്കാൻ, ലൈക്ക് അവരെ ഒന്ന് എന്താ പറയുക, ആ സ്റ്റേറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റേറ്റ്സിന് ഒരുപാട് കാര്യങ്ങൾ ഡോൾ ഔട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഒരു ഗവർണൻസ് അവിടെ നടക്കുന്നില്ല. ആ ഇലക്ഷൻ എങ്ങനെ വിൻ ചെയ്യാം എന്നുള്ളതായിരിക്കും അവരുടെ തോട്ട് പ്രോസസ്. സോ ദേ ക്യാൻ ഫോക്കസ് ഓൺ ദി ഗവർണൻസ് ഇഫ് ദർ ഇസ് എ സൈമൾട്ടേനിയസ് ഇലക്ഷൻ. മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻസിനെ ഇതാക്കും. ഈ മിനിമൈസസ് ദി ഗവൺമെന്റ് ഡിസ്ട്രപ്ഷൻസ്. നമ്മൾ ഈ കണ്ടതുപോലെ മോറൽ കോഡ് ഓഫ് കണ്ടക്ട് വരുമ്പോൾ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാകുന്നതിനെ നമുക്ക് മാറ്റിക്കളയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമുക്ക് അഗൻസ്റ്റ് ഓഫ് ദി ആർഗ്യുമെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് അഗൻസ്റ്റ് ദി ഫെഡറലിസം ഓഫ് ഇന്ത്യ. കാരണം നമുക്ക് ഒരു ഫെഡറൽ സ്ട്രക്ചറിനെ തന്നെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി, കാരണം അതായത് ഇപ്പോൾ ഇവരുടെ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ച് ഈ ഒരു മെയ് 2029 വരെയുള്ള ആ ഒരു ടൈമിൽ എലക്ട് ചെയ്യപ്പെടുന്ന ഇൻക്ലൂഡിങ് നമ്മുടെ കേരള, തമിഴ്നാടും ഒക്കെ 2026 പോൾ വരുന്നത്. അപ്പോൾ ആ ടൈമിൽ വരുന്ന ആൾക്കാരൊക്കെ മെയ് 29 ആകുമ്പോഴത്തേക്കും ഈവൻ ഇഫ്
they do not complete their 5-year term, ഒരു വൺ ടൈം മെഷറായിട്ട് അവരുടെ ടേംസിനെ നമ്മൾ കളയണം, അതായത് ടെർമിനേറ്റ് ചെയ്യണം. അപ്പോൾ സോ ദാറ്റ് ദേ ക്യാൻ ബി സിങ്ക്രണൈസ്ഡ് വിത്ത് ദി ലോക്സഭ പോൾസ് ഓഫ് 2029. ഇനി ആ ഒരു സ്റ്റേറ്റ് അല്ലാതെ വരുന്ന, അതായത് ഇനിയിപ്പോൾ ഈ രീതിയിൽ നമുക്ക് വരുന്ന, അതായത് നമ്മൾ ടെർമിനേറ്റ് ചെയ്ത ശേഷവും ചിലപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ എന്തെങ്കിലും നോ കോൺഫിഡൻസ് മോഷൻ വന്ന് ഗവൺമെൻറ് താഴെ പോവാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ സെൻട്രൽ ഗവൺമെൻറ്റിലോ എവിടെ വേണമെങ്കിലും ഒരു നോ കോൺഫിഡൻസ് മോഷൻ വരാം, ആ ഒരു റൂളിംഗ് പാർട്ടിക്ക് മെജോറിറ്റി നഷ്ടപ്പെടാം. അപ്പോൾ നമുക്കൊരു എലക്ഷൻ കോൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാം. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പം നടത്തുന്ന ഫ്രഷ് എലക്ഷൻ ഷുഡ് ബി ഫോർ ഓൺലി ദ റിമൈനിങ് പീരിയഡ്. അതായത് നമ്മൾ ഇനി എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഫിക്സഡ് ഇയേഴ്സിലായിരിക്കണം, ആ ഒരു 5-year ടേമിൻ്റെ. ഇനിയിപ്പോൾ 2029 ഇലക്ഷൻ നടക്കുന്നു, പക്ഷേ ഒരു 2030 ആകുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു ഗവൺമെൻറ് വീഴുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു എലക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 4 വർഷത്തേക്ക് മാത്രമേ എലക്ഷൻ കണ്ടക്ട് ചെയ്യാവൂ. ബാക്കി ഇനി 2034 വരുന്ന ജനറൽ ഇലക്ഷൻസിലായിരിക്കണം ഒരു 5 full year ടേം വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു ഫെഡറൽ സ്ട്രക്ചറിന് എന്താ പറയുക യോജിച്ച ഒരു കാര്യമല്ല. മാത്രമല്ല ഇറ്റ് ലിമിറ്റ്സ് ദി അക്കൗണ്ടബിലിറ്റി ഓഫ് ദി എലക്ഷൻസ് ഓഫ് ദി ഡിഫറെൻറ്റ് ലെവൽസ്. അതായത് ഗവൺമെൻറ്റിനെ അക്കൗണ്ടബിൾ ആയിട്ട് ഹെൽഡ് ചെയ്യുന്നത് തന്നെ ആ ഒരു എലക്ഷൻസ് ഫ്രീക്വൻ്റ്ലി എലക്ഷൻ വരുമ്പോഴാണ്. കാരണം നമുക്കറിയാം എലക്ഷൻ വരുമ്പോൾ മാത്രം നമ്മൾ വേണം, അല്ലാത്ത സമയം നമ്മൾ വേണ്ട എന്ന് നമ്മൾ പൊളിറ്റീഷ്യൻസിന് സാധാരണ രീതിയിൽ പറയാറുണ്ട്. അത് പൂർണ്ണമായും ശരിയല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എലക്ഷൻ ഇനി 5 വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു പേടിയും കാര്യങ്ങൾ അക്കൗണ്ടബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദി അക്കൗണ്ടബിലിറ്റി ഓഫ് ദി എലക്ഷൻ. പിന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള റീജിയണൽ പാർട്ടീസിന് ഇതൊരു വലിയ ഇതാകും. കാരണം എന്താ പറയുക, നാഷണൽ പാർട്ടീസിന് ഒരുപാട് എന്താ പറയുക മസിൽ പവർ ഉണ്ട്. ദ മെൻ ദേ ഹാവ് ദി നമ്പർ ഓഫ് ബേസ് ദേ ഹാവ്, അതിന് അവർക്ക് നല്ല മണി പവർ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോഴത്തേക്കും അതിന് എലക്ഷൻസിനെ ഒരുപാട് രീതിയിൽ അവർക്ക് ഫേവറബിൾ ആക്കി മാറ്റാൻ ഈ വലിയ ബിഗ് നാഷണൽ പാർട്ടീസിന് പറ്റും. പക്ഷേ റീജിയണൽ പാർട്ടീസിന് ആ ഒരു ടൈമിൽ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. സോ ദേ വിൽ ബി അറ്റ് എ ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഇറ്റ് ക്രിയേറ്റ്സ് കോംപ്ലിക്കേഷൻസ് ഇഫ് ദി ഗവൺമെൻറ് കൊളാപ്സസ് എർലി. അതിനുള്ളൊരു ഇഷ്യൂ ആണ് അവർ പറയുന്നത്, നമ്മൾ ടെർമിനേറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഒരുപാട് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റിന് വരുന്നൊരു കാര്യമാണ്. സോ ദിസ് ഇസ് ആക്ച്വലി ആൻ ഓൺഗോയിങ് ഡിബേറ്റ്. ഇത് ആക്ച്വലി ലാർജ്ലി പീപ്പിൾ അഗ്രി ദാറ്റ് സൈമൾട്ടേനിയസ് എലക്ഷൻസ് നടക്കണം തന്നെയാണ്. പക്ഷേ അത് വിത്ത് ഒരു ഓവറോൾ കൺസെൻസസ് ഓഫ് ഓൾ ദി പാർട്ടീസ് വേണം നടക്കാനായിട്ട്. ഒരു ഹാപ്പസാർഡായിട്ട് നാളെ മുതൽ സൈമൾട്ടേനിയസ് ഇലക്ഷനാണ്, അല്ലെങ്കിൽ 2029 മുതൽ സൈമൾട്ടേനിയസ് ഇലക്ഷൻ ആണെന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും ഇപ്പോൾ GST നമ്മളെങ്ങനെ ഒരുപാട് വർഷങ്ങളോളത്തെ ഡിബേറ്റ് എടുത്ത് ഇപ്പോൾ എല്ലാവരും ഓൺ ബോർഡ് കൊണ്ടുവന്ന് ഇപ്പോൾ അത് എത്ര സ്മൂത്ത് ആയിട്ട് നടക്കുന്നു, അതുപോലെ ഈ സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് ഈ പറയുന്ന പ്രോസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈ കോൺ സൈഡ്, അതായത് നെഗറ്റീവ് സൈഡിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ്സിനെയും കൂടെ ഓൺ ബോർഡ് ചെയ്തുകൊണ്ട് വേണം ഇതിനെ മുന്നോട്ട് പോകാനായിട്ട്. സോ ദിസ് ഇസ് ദി ആർട്ടിക്കിൾ ദാറ്റ് യു വോണ്ട് ടു ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ഇനി നമുക്ക് ബാക്കിയുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വേഗം കണ്ടുപോകാം. നമുക്ക് ഇനി എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വൈ ദി പ്രൊട്ടസ്റ്റ് ഹാപ്പൻ ഇൻ ലഡാക്ക്. ലേയിൽ പ്രൊട്ടസ്റ്റ് ഇപ്പോൾ ആക്ച്വലി ഒരുപാട് മാസങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ആക്ച്വലി കുറച്ച് വയലൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ നേപ്പാളിലെ ജെൻസി പ്രൊട്ടസ്റ്റിനെ കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്പിൽ ഓവർ എഫക്ട്സ് ചിലപ്പോൾ നമുക്കും കണ്ടേക്കാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് അത് ജെൻസി എഫക്റ്റ് ഒന്നും അല്ല, അവിടുത്തെ ഒരു ആക്ടിവിസ്റ്റിൻ്റെ ഇഷ്യൂസ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ സ്റ്റിൽ അവിടുത്തെ ഒരു വയലൻറ്റ് പ്രൊട്ടസ്റ്റിനെ, കാരണം ഇത്രയും നാൾ അവർ നോൺ വയലൻ്റ് ആയിട്ട് ഭയങ്കര പ്രൊട്ടസ്റ്റ് ഹങ്കർ സ്ട്രൈക്കൊക്കെ നടത്തിയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ദേ നീഡ് എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് ഓഫ് സേഫ് ഗുഡ് ആൻഡ് ട്രൈബൽ സ്റ്റാറ്റസ് ഫോർ ദ റീജിയൻ. ഈ 2 കാര്യങ്ങൾ അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോനം വാങ്ചുക്, ചിലപ്പോൾ നിങ്ങൾ അറിയാമായിരിക്കാം, 3 Idiots സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ, അല്ലെങ്കിൽ നൻപൻ സിനിമ, നമ്മുടെ വിജയുടെ നൻപൻ സിനിമ. അപ്പോൾ അതിൽ ആമിർ ഖാനും വിജയൊക്കെ ചെയ്യുന്ന ആ ക്യാരക്ടറിനെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ സോണം വാങ്ചുക്കാണ്. ഇറ്റ് ഈസ് നോട്ട് എൻറ്റയർലി ബേസ്ഡ് ഓൺ ഹിസ് ലൈഫ് സ്റ്റൈൽ, പക്ഷേ അദ്ദേഹത്തിൻ്റെ നിന്ന് ഇൻസ്പയർഡ് ആണ്. അപ്പോൾ ഈ രീതിയിലായിരുന്നു അദ്ദേഹം ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ ഇദ്ദേഹം ഹാസ് ബീൻ പ്രസ്സിംഗ് ഫോർ എ ലോങ് ടൈം ഫോർ ദ സ്റ്റേറ്റ് ഹുഡ് ആൻഡ് ഇൻക്ലൂഷൻ ഓഫ് ലഡാക്ക് ഇൻ ദ 6th schedule. 6th schedule എന്താണെന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറയില്ല. ലാസ്റ്റ് ഡേ തന്നെ നമ്മൾ ട്യൂസ്ഡേ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് ഒരു മേഘാലയയുടെ ഒരു ഇഷ്യൂ നമ്മൾ പറയുന്ന സമയത്ത് ഒരു യുറേനിയം അൺട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. അതിനകത്ത് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ ഉണ്ടെന്നും അതിന് എന്തുമാത്രം പവേഴ്സ് ഉണ്ടെന്നുമുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഇതിനകത്ത് വരുന്നത്. ബേസിക്കലി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു ആർട്ടിക്കിളാണ് കേട്ടോ, എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിളാണ്. എന്തുകൊണ്ടാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. നേരത്തെ ഒരു 35 days ഒരു ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു ഈ വാങ്ചുക് ഉണ്ട്. പക്ഷേ സെൻറ്ററിന് ഭയങ്കര റിലക്റ്റൻ്റ് ആണ്. ദേ ഡു നോട്ട് വാണ്ട് ടു ഗിവ് ദ സ്റ്റേറ്റ്ഹുഡ് ഓർ നോർ ഡു ദേ വാണ്ട് ടു ഇൻക്ലൂഡ് ദം ഇൻ ദി 6th schedule. ഈ 6th schedule നമുക്ക് Article 244 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ
പ്രകാരമാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദേ വിൽ ഹാവ് എ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ. അവർക്ക് ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഒരു ഓട്ടോണമി കിട്ടും ഒരു വിത്തിൻ ദ സ്റ്റേറ്റ്. നമ്മൾ കണ്ടു ആ ADC അപ്രൂവ് ചെയ്താൽ മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ് പാസ് ചെയ്യുന്ന, സ്റ്റേറ്റ് അസംബ്ലി പാസ് ചെയ്യുന്ന ലോസ് പോലും അവിടെ ആപ്ലിക്കബിൾ ആയി വരുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ബട്ട് റൈറ്റ് നൗ ഇറ്റ് ഇസ് ആക്ച്വലി എന്താ പറയുക ഇൻ ഓൺലി 4 states. AMMT എന്ന് പറഞ്ഞൊരു കോഡ് നമ്മൾ പറഞ്ഞിരുന്നു, അസം, മേഘാലയ, മിസോറം ആൻഡ് ത്രിപുര. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കുറച്ച് സേഫ് ഗാർഡ്സ് കൊടുക്കാമെന്ന് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നുണ്ട്. ഒരു അവിടെ ജോബ് റിസർവേഷൻ, ഡൊമിസൈൽ റിക്വയർ, ലഡാക്കിലുള്ള ആൾക്കാർക്ക് മാത്രം ജോബ് കൊടുക്കുന്ന രീതിയിലുള്ള റിസർവേഷനും അവരുടെ ലോക്കൽ ലാംഗ്വേജസിനെ റെക്കഗ്നൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദ പ്രൊട്ടസ്റ്റേഴ്സ് ഡെഫിനറ്റ്ലി നീഡ് എ സ്റ്റേറ്റ്ഹുഡ് ആസ് വെൽ ആസ് ഈ പറയുന്ന പോലത്തെ എന്താ പറയുക ഒരു ഷെഡ്യൂൾ 6 തന്നെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾ ഈ ആർട്ടിക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലുതായിട്ട് വേറെ കുറേ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. സോ ആക്ച്വലി വി വർ ഹാവിങ് ലൈക്ക് ദാറ്റ് അന്ന് ഞാൻ പറഞ്ഞ പോലെ റൗണ്ട് ടേബിൾ ഡിസ്കഷൻസ് നമ്മൾ നടത്തുമായിരുന്നു ജിഷ്ണു സാറിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ എന്തുകൊണ്ട് അവരിങ്ങനെ ഒരു രീതിയിലൊരു പ്രൊട്ടസ്റ്റ് നടത്തുന്നു എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് നമ്മളിപ്പോൾ അവിടുത്തെ പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ സൈഡാണ് നമ്മൾ നോക്കേണ്ടത്. പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ സൈഡ് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ലഡാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 2019 ശേഷം അതൊരു യൂണിയൻ ടെറിട്ടറിയാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് അടിയിൽ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ വരുന്നത്. യു കാൻ സേ സെൻട്രൽ ഗവൺമെൻറ് പ്രസിഡൻറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. ടു ബി ടെക്നിക്കൽ, വെരി ടെക്നിക്കൽ, പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇതാക്കുന്നത്. അപ്പോൾ ആ ഒരു ലെഫ്റ്റനൻറ്റ് ഗവർണർ, സെൻട്രൽ ഗവൺമെൻറ് ഖബറിൻ്റെ അടിയിൽ വരുന്ന ഒരു UT ആണ് ഈ ലഡാക്ക് എന്ന് പറയുന്നത്. ആ സമയത്ത് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ വരും. അപ്പോൾ അഡ്മിനിസ്ട്രേറ്ററാണ് അവിടുത്തെ മെയിൻ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇപ്പോഴത്തെ ഒരുപാട് വർഷങ്ങളുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് നോൺ ലഡാക്കി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. നോൺ ലഡാക്കി അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതായത് ലഡാക്കിൻ്റെ അവിടുത്തെ ഒരു ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ അവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഈ നോൺ ലഡാക്കി ആയിട്ടുള്ള അവർ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും കേട്ടോ, അതല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അവർ വന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, അതായത് ലോക്കൽ കാര്യങ്ങളൊക്കെ പഠിച്ച് അവർക്കൊരു ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ദേ നീഡ് ടൈം. പക്ഷേ ബൈ ദ ടൈം ദേ ലേൺ ഓൾ ദോസ് സ്റ്റഫ് ആൻഡ് ട്രൈ ടു ടേക്ക് സം മെഷേഴ്സ് റിഗാർഡിംഗ് ദാറ്റ്, വേറെ ആരെങ്കിലും ആയിരിക്കും അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി അവർ വീണ്ടും പഠിച്ച് വന്ന് ചെയ്യുന്ന സമയത്തേക്ക് അവരുടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രോബ്ലംസ് ഒന്നും അവിടെ ശരിയാകപ്പെടുന്നില്ല, അതായത് അതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആക്ച്വലി വേണ്ടത് ഇവർക്ക് ആക്ച്വലി വേണ്ടത് സിവിൽ മാറ്റേഴ്സിലാണ് ഇവർക്ക് ഓട്ടോണമി വേണ്ടത് ഈ പ്രൊട്ടസ്റ്റേഴ്സിന്. അതായത് അവരുടെ ലാൻഡ് യൂസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. അവരുടെ നിലങ്ങൾ, അതായത് അവരുടെ കൾച്ചറൽ ഹെറിറ്റേജിനെ പ്രിസർവ് ചെയ്യുക, അവരുടെ ലാൻഡൊക്കെ പ്രിസർവ് ചെയ്യുക, അത് വേറെ ഒരുപാട് കോർപ്പറേറ്റ് കമ്പനീസ് വന്ന് എടുത്തുകൊണ്ട് പോകാൻ പാടില്ല എന്നുള്ള കൺസേൺസ് അവർക്കുണ്ട്. മാത്രമല്ല പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആക്ച്വലി ഒരു സ്റ്റേറ്റ്ഹുഡും വേണം. എന്നാൽ ഷെഡ്യൂൾ 6 ഇത് ചെയ്യണം. ഇതിൻ്റെ റീസൺ എന്തായിരിക്കും എന്ന് ആലോചിക്കുമ്പോഴാണ് ബേസിക്കലി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈവൻ ഇഫ് ദി പ്രൊട്ടസ്റ്റ് ടേൺസ് ഭയങ്കര ഒരു വലിയ പ്രൊട്ടസ്റ്റ് ആയിട്ട് ഈ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നു ഓക്കെ സ്റ്റേറ്റിനോട് കൊടുത്തു കളയാം എന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ ഒരു സെൻട്രൽ ഗവൺമെൻറ് രീതി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് പവേഴ്സിനെ കേർവ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് തരാം, പക്ഷേ ഒരു ലിമിറ്റഡ് പവേഴ്സുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുള്ളൊരു ഓട്ടോണമി പോകും. അപ്പോഴാണ് ഈ ഷെഡ്യൂൾ 6 കമ്മിങ് ഇൻ ടു ദ പ്ലേ. കാരണം നമ്മൾ ഷെഡ്യൂൾ 6 കണ്ടു ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പാസ് ചെയ്യുന്ന ഒരു ലോനെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ADCയുടെ അപ്രൂവൽ വേണം. അപ്പോൾ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ അവരുടെ ട്രഡീഷൻസും അവരുടെ കൾച്ചറും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് അവർ സ്റ്റേറ്റ്ഹുഡും വേണമെന്ന് പറയുന്നത് ഒരു ഷെഡ്യൂൾ 6 ഇൻക്ലൂഡ് ചെയ്ത് ഒരു ട്രൈബൽ ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി അവർ ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടാണ് അവരുടെ ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു അജൻഡാസ് തന്നെ വെക്കുന്നത്. ഇനി നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഈസ് ഓൾസോ റൈറ്റ് ഇൻ സം സെൻസ്, ബിക്കോസ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ട്രാറ്റജിക് ഓട്ടോണമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ്. സ്ട്രാറ്റജിക് ഓട്ടോണമി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മളിപ്പോൾ UT ആയിട്ട് തന്നെ വെച്ചേക്കുന്നത്. കാരണം നമ്മളത് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയി ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ജമ്മു കാശ്മീരിനെ സ്റ്റേറ്റോട് കൊടുത്തു. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് സ്റ്റോറി. പക്ഷേ ആ ടൈമിൽ നമുക്ക് ചൈനയുമായിട്ട് ഇന്ത്യ ചീനി ബൈ റിലേഷൻസ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളത് എപ്പോൾ കോൺഫ്ലിക്റ്റിൽ വരും, എപ്പോൾ ഫ്രണ്ട്സ് ആവും എന്നുള്ള ഒരു കാര്യവും അറിയത്തില്ല. അപ്പോൾ നമുക്ക് ബേസിക്കലി ആ ഒരു ഏരിയ ഷുഡ് ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി യൂണിയൻ ഗവൺമെൻറ് ഫോർ എന്താ പറയുക കുറേ ബെറ്ററായിട്ട് ആക്ഷൻസ് എടുക്കാനും ബെറ്ററായിട്ട് മിലിറ്ററി ഡിപ്ലോയ് ചെയ്യാനും ഒക്കെ വേണ്ടി നമ്മൾ അവിടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് വരികയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദാറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇസ് നോട്ട് ദ സെയിം പാർട്ടി ആസ് ദാറ്റ് ഓഫ് ദി സെൻറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോർഡിനേഷൻ ഇഷ്യൂസ് വരും. സോ ഇന്ന് വെരി സെൻസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു ബോർഡർ ഏരിയയിൽ ആ ഒരു എപ്പോഴും ഒരു നമ്മുടെ കൺട്രോളിലായിരിക്കണമെന്ന് സെൻട്രൽ ഗവൺമെൻറ് വിചാരിക്കും. അതിപ്പോഴും മാത്രമല്ല, നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആവുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ നമുക്കറിയാം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് അതൊരു UT ആണ്, ലക്ഷദ്വീപ് ഐലൻഡ്സ് അതൊരു UT ആണ്. അപ്പോൾ ഈ ഒരു നമുക്ക് വേണ്ടപ്പെട്ട സ്ഥലങ്ങളെയൊക്കെ തന്നെ നമ്മൾ UT ആയിട്ട് വെച്ചേക്കുകയാണ്. അത് വേറെയും ഒരുപാട് UTs ഉണ്ട്, ബട്ട് ദേ ആർ നോട്ട് ഫോർ സ്ട്രാറ്റജിക് ഓട്ടോണമി. ഈ
ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും ലക്ഷദ്വീപ് ഐലൻഡ്സും നമ്മുടെ മാരിടൈം സീ റൂട്ടിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷൻസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ അവർ UT ആയിട്ട് വെച്ചേക്കുന്നത്. അതുപോലെയാണ് ഇപ്പോൾ ലഡാക്കിനെയും അവർ കാണുന്നത്. അപ്പോൾ ആ സ്ട്രാറ്റജിക് ഓട്ടോണമി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അതിനെ കൊടുക്കാതിരിക്കുന്നത്. പ്ലസ് നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ Schedule 6 ഡിമാൻഡ് എന്നൊക്കെ ഇപ്പോൾ സ്റ്റേറ്റ്ഹുഡ് ഇസ് ഫൈൻ. ഇനി Schedule 6 ഡിമാൻഡ് ഇനി വേറെ പലരും കൂടെ എടുത്തു തുടങ്ങും. ലൈക്ക് ഞങ്ങൾക്കും Schedule 6 ഇൻക്ലൂഡ് ചെയ്യണം, ഞങ്ങൾക്കും കുറേ ഓട്ടോണമി വേണമെന്ന് പറഞ്ഞ് മോർ ഡിമാൻഡ്സ് വരും ഫ്രം അതർ പാർട്സ് ഓഫ് ദി കൺട്രി. അതൊന്നും നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും നമുക്ക് അവരുടെ എല്ലാവരുടെയും ഡിമാൻഡ്സ് കേറ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്ക് ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വീണ്ടും വേറെ ഒരുപാട് പ്രൊട്ടസ്റ്റിലേക്ക് വരും. അപ്പോൾ ഈ രീതിയിലാണ് ഇത് പോകുന്നത്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയത് ഒരു ബെസ്റ്റ് ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഡൽഹി ഗവൺമെൻറ്റിന് ഡൽഹി ഗവൺമെൻറ് ഇസ് ലൈക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ പവേഴ്സ് ലിമിറ്റഡ് ആണ്. അതിൻ്റെ നമുക്ക് പോലീസിൻ്റെ കാര്യത്തിൽ ലാൻഡിൻ്റെ കാര്യത്തിലൊക്കെ ആക്ച്വലി ഇതിൻ്റെ ഒരു എന്താ പറയുക പവർ വരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പം അങ്ങനെ 2-3 കാര്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പോൾ ഡിഫൻസ് ആവട്ടെ, നമ്മുടെ ആ ഒരു ബോർഡർ ഏരിയ സെക്യൂരിറ്റി ആവട്ടെ, ഈ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വെച്ചിട്ട് ബാക്കിയുള്ള അവരുടെ സിവിൽ കാര്യങ്ങളിലൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് വരുന്നതായിരിക്കും പോസിബിൾ നല്ലൊരു സൊല്യൂഷൻ എന്ന് തോന്നുന്നത്. അപ്പോൾ ദിസ് ഇസ് ദി മെയിൻ ഇഷ്യൂ വാട്ട് ഇസ് ഹാപ്പനിങ് ദർ. പിന്നെ നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ സ്കീം. നമ്മൾ ഇന്ന് ദ ഹിന്ദു ആസ് വെൽ ആസ് ഇന്ത്യൻ എക്സ്പ്രസ് രണ്ടും തുറന്ന് നോക്കുമ്പോഴത്തേക്കും രണ്ടിലും ഇങ്ങനത്തെ ഒരു വലിയൊരു ഇത് കണ്ടു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് കാണിക്കാം എന്നുള്ള രീതിക്ക് എങ്ങനെ വിചാരിച്ചു, ലൈക്ക് മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു സാധനമല്ലേ ഇതിനകത്ത്. ബിക്കോസ് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സ്റ്റാറ്റ്സ് ഉണ്ട്. ലൈക്ക് നമ്മുടെ എത്രത്തോളം നമ്മുടെ പ്രൊഡക്ഷൻ ഡിഫൻസ് എക്സ്പോർട്ടിംഗ് പ്രൊഡക്ഷനൊക്കെ കൂടിയിട്ടുണ്ട്, നമുക്ക് എത്രത്തോളം ഫാർമസി നമ്മുടെ 3rd ലാർജസ്റ്റ് ഡ്രഗ് പ്രൊഡ്യൂസറാണ്, നമ്മുടെ മെഡിസിൻസ് അതായത് ജനറിക് ഡ്രഗ്സിനകത്ത് നമുക്ക് ഒരുപാട് കൺട്രീസിൽ നമ്മുടെ മെഡിസിൻസ് ആണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് ഇന്നോവേഷൻസ് നടക്കുന്നുണ്ട്. നമ്മളന്ന് പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം പറഞ്ഞ പോലെ യൂണിക്കോൺസ് നമ്മൾ പറഞ്ഞു, $1 ബില്യൺ കൂടുതൽ വാല്യുവേഷൻ വരുന്നതാണ് യൂണിക്കോൺസ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ രീതിയിൽ നടക്കുന്ന സമയത്ത് സെമി കണ്ടക്ടർ ചിപ്പിൽ വലിയൊരു റെവല്യൂഷൻ തന്നെ നടക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ വേൾഡ് ലാർജസ്റ്റ് സെക്കൻഡ് ഇതൊക്കെ ആക്ച്വലി നല്ലൊരു സ്റ്റാറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഇതൊക്കെ വായിച്ചിട്ട് കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാം നോക്കിയിരിക്കുന്ന സമയത്ത് നോക്കിയപ്പോഴത്തേക്കും ഇതിനകത്ത് MyGov എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടലുണ്ട് കേട്ടോ, MyGov എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർട്ടൽ. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പോർട്ടലാണ്. അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുമ്പോഴത്തേക്കും ഒരു ടൺ കണക്കിന് മേക്ക് ഇൻ ഇന്ത്യനെ കുറിച്ചുള്ള സാധനം, ഡെക്കേഡ് എത്രത്തോളം അവരുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു PPTയിൽ ആക്ച്വലി ഐ ഹാവ് ഇൻക്ലൂഡഡ് എ വീഡിയോ. അതിപ്പോൾ കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇത് നിങ്ങൾ PPT പീപ്പിൾ ഹു ഹാവ് ആക്സസ് ടു ദ PPT ഇത് ഞെക്കുന്ന സമയത്ത് ഒരു വീഡിയോയിലേക്ക് പോകും, ഇൻസ്റ്റാഗ്രാം വീഡിയോ, വി ക്യാൻ വാച്ച് ഇറ്റ്. അതല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഈ MyGov പോർട്ടലിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല, ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. 2013 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ഷ്രാങ്ക് ബൈ 7% may shrink by 7% by 2015 എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഓൾവേസ് ദിസ് ഗവൺമെൻറ് വിൽ കമ്പയർ തിങ്സ് വിത്ത് 2014-15 ടു പ്രസൻറ്റ് എന്നുള്ള രീതിക്കാണ്. 132% റൈസ് ആണ് ആ ഒരു എക്സ്പോർട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. 2nd ലാർജസ്റ്റ് മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ്, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് എന്നുള്ള രീതിക്ക് അവർ പറയുന്നത്. അപ്പോൾ അതിനൊരു 132% റൈസ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ ഇതിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാബ്രിക്കേഷൻ ലാബ്, ചിപ്പ് മേക്കിങ്ങിലൊക്കെ ഇന്ത്യ വൈ ഇസ് ഇറ്റ് ഫെയിലിംഗ് എന്ന് പറഞ്ഞ് 2011 ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആർട്ടിക്കിൾ വന്നു. പക്ഷേ ആ ഒരു ടൈമിൽ നമ്മൾക്ക് ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്വന്തമായിട്ടുള്ള വിക്രം 32 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈക്രോ പ്രോസസ്സർ സ്റ്റാർട്ട് ചെയ്തു. മാത്രമല്ല ഒരുപാട് PLI സ്കീം എന്ന് പറയും, അത് വെച്ചിട്ട് നമ്മൾക്ക് സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ ലാബ്സ് നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ വൈ ഗവൺമെൻറ് ഹാസ് ഫെയിൽ ടു എൻകറേജ് പ്രൈവറ്റ് സെക്ടർ ഇൻ ഡിഫൻസ് പ്രൊഡക്ഷൻ എന്ന് 2013 വന്നൊരു സംഭവമാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 65% ഓഫ് ദി ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ആർ ആക്ച്വലി മെയ്ഡ് ഇൻ ഇന്ത്യ. ആൻഡ് അതിനകത്ത് നമ്മളൊരു ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ കുറച്ചു. അതിനകത്ത് 97% ഓഫ് നമ്മുടെ വാർഷിപ്സ് എല്ലാം ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയൊരു എന്താ പറയുക ഒരു കമ്പാരിസൺ രീതിയിലാണ് ഒരുപാട് സെക്ടേഴ്സിൽ. ഏതൊക്കെ സെക്ടേഴ്സിൽ നമുക്ക് കാണിക്കാൻ പറ്റുമോ നമ്മൾ ഇതിനകത്ത് അവർ പറയുന്നുണ്ട്. വന്ദേ ഭാരതിൻ്റെ ട്രെയിൻസിൻ്റെ കാര്യങ്ങളൊക്കെ, നേരത്തെ ജനശതാബ്ദിയിലെ കോച്ച് കൂട്ടണമെന്നായിരുന്നു, ഇപ്പോൾ വന്ദേ ഭാരത് വന്നു, മേക്ക് ഇൻ ഇന്ത്യയിലാണത് ചെയ്യുന്നത് എന്ന കുറേ കാര്യങ്ങൾ. ഇത് നമുക്ക് ചിലപ്പോൾ വെറും ബോസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ സ്റ്റിൽ ഇറ്റ് ഇസ് എ ഗുഡ് റീഡ്. ഇതല്ലാതെ തന്നെ ആക്ച്വലി ഈ MyGovൻ്റെ ഇഫ് യു ആർ യൂസിങ് ഇൻസ്റ്റാഗ്രാം യു ക്യാൻ ആക്ച്വലി ഫോളോ സച്ച് പേജസ്. ഇൻസ്റ്റാഗ്രാമിൽ സമയം കളയും നമ്മൾ ഒരുപാട് പറയുന്നുണ്ട്, പക്ഷേ ഇതേപോലത്തെ പേജസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നല്ല ഇൻഫോഗ്രാഫിക്സ് ഉണ്ട്, എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യാത്തതാണ് കേട്ടോ. നമുക്കിനി അടുത്ത ആർട്ടിക്കിളിലേക്ക് വേഗം പോകാം. അടുത്തത് ഒരു എഡിറ്റോറിയലാണ്. ദിസ് വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. പക്ഷേ കാരണം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് തന്നെ ഒരുപാട് കാലം മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. റൈറ്റ് നൗ ദി US ആസ് വെൽ ആസ് ഇന്ത്യ ഹാസ് ബീൻ റീനെഗോഷിയേറ്റിംഗ് ദിയർ ടേംസ്. പുള്ളിയുടെ കുറേ അഭ്യാസങ്ങൾ, നമ്മുടെ ട്രംപ് അദ്ദേഹത്തിൻ്റെ കുറേ അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ പറഞ്ഞിരുന്നു യൂണിയൻ കോമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ഹി ഹാസ് ഹെഡഡ് ടു ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫോർ കണ്ടിന്യൂയിങ് ദി ട്രേഡ് ടോക്സ് എന്നുള്ള കാര്യം. മാത്രമല്ല
നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയ്ശങ്കർ ഹി ഹാസ് ഗോൺ ടു ദി US ഫോർ അറ്റൻഡ് ദി നമ്മുടെ UN ജനറൽ അസംബ്ലിയുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ പോയിട്ടുണ്ട്. അവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയുമായിട്ട് നമ്മുടെ ജയ്ശങ്കർ അദ്ദേഹം മീറ്റ് ചെയ്തു. അപ്പോൾ ആക്ച്വലി നമുക്കിപ്പോൾ ഒരു എന്താ പറയുക നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഒരുപാട് എന്താ പറയുക തിരിച്ച് നമ്മൾ നോർമൽ റിലേഷൻസിലേക്ക് പോകുന്നു എന്നുള്ള രീതിക്കാണ് കാണുന്നത്. നമുക്ക് വീണ്ടും ഒരുപാട് ടോക്സ് നടത്താനായിട്ടുണ്ട്. നമ്മളെന്ന് പറഞ്ഞതുപോലെ അതായത് ഇപ്പോൾ ട്രംപ് മേ ബി ഇന്ത്യയിലേക്ക് വന്നേക്കാം. അതായത് നമ്മൾ ട്രേഡ് തിരിച്ച് എത്രത്തോളം നമ്മൾ നോർമലൈസ് ചെയ്ത് പോകുന്നു എന്നാണ് ആദ്യത്തെ ഇതിനകത്ത് പറയുന്നത്. മേ ബി ട്രംപ് മേ വിസിറ്റ് ഇന്ത്യ ഫോർ ദി ക്വാഡ് സമ്മിറ്റ്. ഇപ്പോൾ തന്നെ ഒരുപാട് ഡിലേ ആയി. മേ ബി അത് വന്നേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ആസിയാൻ സമ്മിറ്റ് നമ്മൾ പറയും. അപ്പോൾ ആസിയാൻ സമ്മിറ്റിനകത്ത് അവർ ചിലപ്പോൾ മീറ്റ് ചെയ്തേക്കാം മോദി ആൻഡ് ട്രംപ് എന്നുള്ള കാര്യം. അപ്പോൾ ദാറ്റ് ക്യാൻ ബി എ ബിഗ് ലീപ്പ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ റൈറ്റ് നൗ നമുക്കറിയാം ഒരുപാട് കോംപ്രമൈസസ് വി നീഡ്, എസ്പെഷ്യലി ഇൻ ദി നമ്മൾ പറഞ്ഞതുപോലെ അഗ്രികൾച്ചറൽ, ഡയറി ആൻഡ് GM ഫുഡ് ക്രോപ്സ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് നമുക്ക് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് US കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ കൺസെൻസസ് വരുമ്പോഴത്തേക്കും മേ ബി വി വിൽ ബി ഏബിൾ ടു റീനെഗോഷിയേറ്റ് ഇൻ ടു എ ഗുഡ് ട്രേഡ് പാക്ട് എന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ ഈ ട്രംപിൻ്റെ കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ റിവോക്കേഷൻ, നമ്മൾ ചാബഹാർ പോർട്ടിലെ നമ്മുടെ വീവർ റിവോക്ക് ചെയ്തു, സാങ്ഷൻസ് വീവർ റിവോക്ക് ചെയ്തു, അതുപോലെ തന്നെ H1B വിസയുടെ കാര്യം, ഇതൊക്കെ ആക്ച്വലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ബ്ലോസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ പറയുക, ഇതൊക്കെ ഒരു നെഗോഷിയേഷൻ ടാക്ടിക്സ് ആണ് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ. അപ്പോൾ ഒന്നെങ്കിലും നമുക്ക് ഇതിനെ ഒന്ന് നെഗോഷിയേഷനൊക്കെ വീണ്ടും ചെയ്ത് ഇതിനെ ഒന്ന് ടാക്കിൾ ചെയ്യാനായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ ഒറ്റ കൈക്ക് ഇനിയിപ്പോൾ US റിലേഷൻസ് വേണ്ട, ലൈക്ക് ഇങ്ങനെ നമ്മൾ താന്നു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് പോകേണ്ട അവസ്ഥയും വന്നേക്കാം എന്നുള്ള കാര്യമില്ല. ഓൾസോ പ്രിപ്പയർ ടു വാക്ക് അവേ ഇഫ് ഓർ നോട്ട് വെൻ ഇറ്റ് ബിക്കംസ് നെസസറി എന്നുള്ള കാര്യം. അപ്പോൾ ജസ്റ്റ് ചുമ്മാ ഒരു മിക്സഡ് സിഗ്നൽസ് ആണ് വരുന്നത്. ഒരു കയ്യിൽ നമ്മൾ നെഗോഷിയേഷൻസ് കൊണ്ടുവരുന്നു, പക്ഷേ മറ്റേ കയ്യിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബ്ലോസ് തരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമുക്കൊരു നോക്കാനായിട്ടുള്ളത് ഒരു 10,000 മെഡിക്കൽ സീറ്റ്സ് ആർ ഗോയിങ് ടു ബി ആഡഡ് അക്രോസ് ഇന്ത്യ എന്നുള്ള കാര്യമാണ്. ബേസിക്കലി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5,000 പോസ്റ്റ് ഗ്രാജുവേറ്റും ഒരു 5,000ഓളം അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ സീറ്റ്സുമാണ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്, വിച്ച് മീൻസ് ദ സെൻട്രൽ ഗവൺമെൻറ് വിൽ ഫണ്ട് ഈ ഒരു സീറ്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് ഫണ്ട് ചെയ്യും അലോങ് വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. രണ്ടുപേരും കൂടെ ചേർന്നിട്ടായിരിക്കും ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് ഫണ്ടിങ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് എന്ന് പറയുന്നത്. അതിനകത്ത് സെൻട്രൽ സെക്ടർ സ്കീംസ് ഉണ്ട്, wherein 100% of the funds for that particular scheme will be done by the union government, central government. Okay, അപ്പോൾ ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്, വേറെ സെൻട്രൽ ആസ് വെൽ ആസ് സ്റ്റേറ്റ് ആർ ബോത്ത് ഗോയിങ് ടു ഫണ്ട് ദിസ് ഇനിഷ്യേറ്റീവ്. വേറെ ഇത് ആക്ച്വലി കുറേ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫേസ് 3യുടെ പാർട്ടായിട്ടാണ്. അപ്പോൾ ഒരു 2028-29 ഈ ഒരു 5,000 ആൻഡ് എന്താ പറയുക 5,000 PG സീറ്റ്സോളം ആഡ് ചെയ്യണം എന്നുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത്. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ബഡ്ജറ്റിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. 2025 ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.4 crore ഒരു സീറ്റിന് വേണ്ടി നമുക്ക് ആക്ച്വലി അപ്ഗ്രഡേഷന് വേണ്ടി കൊടുക്കേണ്ടി വരും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ ഹെൽത്ത് സെക്ടറിൻ്റെ ഇഷ്യൂസൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് ഈ ഡോക്ടർ ടു പേഷ്യൻ്റ് റേഷ്യോ ആക്ച്വലി ഭയങ്കര കുറവാണ്. ലൈക്ക് ആക്ച്വലി കൂടുതലാണ്. In the sense, the number of doctors are very less compared to the number of patients that they are serving. And നിങ്ങൾക്കൊരു ഡോക്ടർ ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് ഒരുപാട് നല്ല ഡോക്ടർ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഈ പറഞ്ഞ HS ടൈമിലെ സംസാരമൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കിന് ഭ്രാന്തെടുക്കും. ബിക്കോസ് 48 അവറുടെ ഡ്യൂട്ടി, 73 days അടുപ്പിച്ചുള്ള ഡ്യൂട്ടിയൊക്കെ ആയിരിക്കും വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് എങ്ങനെയാണ് അതൊരു ടാക്കിൾ ചെയ്ത് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് ബേസിക്കലി നമുക്ക് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഭയങ്കര കുറവാണ്, അപ്പോൾ നമ്പർ ഓഫ് സീറ്റ്സ് കുറവാണ്. മാത്രമല്ല നമ്മൾ എത്രത്തോളം നീറ്റിൻ്റെ എക്സാമിന് വേണ്ടി കമ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അത്ര ലാക്സ് ഓഫ് പീപ്പിൾ എഴുതിയിട്ട് കുറച്ച് പേർക്ക് മാത്രമേ നല്ല കോളേജിൽ അഡ്മിഷൻസ് ഉള്ളൂ. സോ ദ ഓൺലി വേ ഇറ്റ് ഈസ് ടു ഇൻക്രീസ് ദി നമ്പർ ഓഫ് സീറ്റ്സ് ഫോർ ദി മെഡിക്കൽ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ദാറ്റ് ക്യാൻ സോൾവ് എ ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലംസ്. ഇവിടെ പറയുന്നുണ്ട് ഓവർ ദി പാസ്റ്റ് ഡെക്കേഡ് ഇത്രയും 60,000 അല്ലെ 70,000 MBBS സീറ്റ്സ് ഹാവ് ബീൻ ആഡഡ്. അത് ഇത്ര വലിയ ഗ്രോത്ത് ഉണ്ട്. PG സീറ്റ്സിനകത്ത് ഏകദേശം ഒരു 43,000 സംതിങ് ഹാസ് ബീൻ ആഡഡ് എന്നുള്ള കാര്യം പറയുന്നത്. പക്ഷേ ഇതിനകത്തൊരു ക്യാച്ച് ഉണ്ട്. ഈ ഒരു കാര്യമുണ്ടല്ലോ, വെൻ ഐ വാസ് റീഡിങ് അനദർ ആർട്ടിക്കിൾ, ഇതിനകത്ത് വന്നത് ഈ ഒരു 2014 ആ ഒരു ടൈമിനകത്താണ് വന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഈ ഒരു ഇൻക്രീസ് പറയുന്നില്ല, ഓവർ ദ ലാസ്റ്റ് ഡെക്കേഡ് ഇത്രയും ആഡ് ചെയ്ത് ഇത്രയും ഇൻക്രീസ് വരുന്നു എന്നുള്ളത്. പക്ഷേ അതിനകത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഒരു ഷോർട്ടേജ് ഓഫ് ഫാക്കൽറ്റി. ഇത്രയും ഇൻക്രീസ് സീറ്റിംഗ് ഉണ്ടായി. ഒരു സെക്കൻഡ്. ഫാക്കൽറ്റിയുടെ ലൈക്ക് സീറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫാക്കൽറ്റിയുടെ നമ്പർ വീണ്ടും കുറവാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മോശമാവും. അത്രയും നമ്പർ ഓഫ് ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആവാൻ പറ്റില്ല. സ്കെഡ്യൂളിംഗ് ഇഷ്യൂസ് വരും. അപ്പോൾ ഈ ഇഷ്യൂസ് ഒന്നും അന്ന് ടാക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത് പിന്നീട് നമുക്ക് ഒരു ഗോസ്റ്റ് ഫാക്കൽറ്റിയുടെ ഇഷ്യൂ ആണ്. അതായത് നമുക്ക് ഫാക്കൽറ്റി ഉണ്ടെന്ന് കാണിക്കും, പക്ഷേ ഫാക്കൽറ്റി വോണ്ട് ബി ദെയർ.
ഫോർ കണ്ടക്ടിങ് ദ ക്ലാസ്സസ്, ഗോസ്റ്റ് ഫാക്കൽറ്റി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ട് ആക്ച്വലി ആ സമയത്തുണ്ടായ ഒരു ഇൻക്രീസ് ഉണ്ടല്ലോ, അത് കൂടുതലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിരുന്നു, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ഇൻക്രീസ് ആയിരുന്നു വന്നത് ഈ ഒരു ടേമിൽ കണ്ടത്. അതിൻ്റെ ഇഷ്യൂ എന്തുവാ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഫീസ് ആയിരുന്നു. അപ്പോൾ ദിസ് ഹാസ് എന്താ പറയുക പുഷ് മെനി പീപ്പിൾ ഇൻ ടു എന്താ പറയുക ആ ഒരു ഡെപ്റ്റ് ക്രൈസിസിലും കാര്യങ്ങളിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിന് അഡ്രസ്സ് ചെയ്തിട്ടാണ് ഫാക്കൽറ്റി എലിജിബിലിറ്റി എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്ന സാധനം. അതായത് മോർ ഇൻക്ലൂസീവ് ആസ് വെൽ ആസ് കമ്പീറ്റൻസി ബേസ്ഡ് അപ്രോച്ച് ടു ഫാക്കൽറ്റി എലിജിബിലിറ്റി ആൻഡ് റിക്രൂട്ട്മെൻറ്റ്. ഈ കാര്യങ്ങളൊക്കെ ഈ ടീച്ചിങ് പേഴ്സണലുടെയും റിക്വയർമെൻറ്റ്സിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഗ്രോയിങ് ടീച്ചിങ് പേഴ്സണൽ റിക്വയർമെൻറ്റ്സ്, ഇതാണ് അതിൻ്റെ കൺടെക്സ്റ്റ്. ലാസ്റ്റ് ടൈം നമ്മൾ ഇൻക്രീസ് ചെയ്ത സമയത്ത്, അതിനെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്ത രീതിക്കാണ് ഇപ്പോഴത്തെ റെഗുലേഷൻസ് വന്നേക്കുന്നത്. ഇത്രയാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. വീണ്ടും നമുക്ക് ആക്ച്വലി കുറച്ചൊരു മെയിൻസ് എക്സാമ്പിൾ 2-3 ദിവസമായിട്ട്, ഇത് ആക്ച്വലി 2-3 ദിവസം മുന്നേ വന്നതാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. ഐ വാസ് നോട്ട് ഏബിൾ ടു ടേക്ക് ഇറ്റ് അപ്പ് ഫോർ ഡിസ്കഷൻ. വേറൊന്നുമല്ല, നമുക്കൊരു സ്മോഗ് ഈറ്റിംഗ് കോട്ടിംഗ് ഓൺ റോഡ്സ് അത് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഡൽഹിയിലൊക്കെ ഒരുപാട് പൊല്യൂഷൻ ഉണ്ട്, അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ആ സ്മോഗിനെ നമുക്ക് ആ ഒരു റോഡിൽ നമ്മളൊരു കോട്ടിംഗ് ചെയ്യുമ്പോൾ തന്നെ, ആ കോട്ടിംഗ് എന്ന് പറയുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ ഒരു കോട്ടിംഗ് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരു എന്താ പറയുക ഫോട്ടോ കാറ്റലിറ്റിക് കോട്ടിങ്സ് എന്നാണ് പറയുന്നത്. സ്റ്റഡി ഓഫ് ദി യൂസ് ഓഫ് സ്മോക്ക് ഈറ്റിംഗ് ഫോട്ടോ കാറ്റലിറ്റിക് കോട്ടിങ്സ് സോ ദാറ്റ് ടു റെഡ്യൂസ് ദ പൊല്യൂട്ടൻസ് സച്ച് ആസ് നൈട്രജൻ ഡയോക്സൈഡ് ആൻഡ് ഹാർംഫുൾ ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റഡി ഇപ്പോൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആക്ച്വലി ഒരു ലോ കോസ്റ്റ് ആയിട്ടുള്ള, ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്നത് കുറച്ച് ലോ കോസ്റ്റ് ആണ്, കെമിക്കലി സ്റ്റേബിൾ ആണ്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ കറണ്ട് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസുമായിട്ട് അത് കമ്പാറ്റബിളും ആണ്. അതും കൂടെ നമ്മൾ നോക്കണം, ഒരു സാധനത്തിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നോക്കണം. അങ്ങനെ ഇപ്പോൾ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു സ്മോക്ക് ഇൻ ദാറ്റ് സിറ്റി കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയാണ്. സോ ദിസ് ഇഫ് ഇറ്റ് ഇസ് എന്താ പറയുക അതൊരു കൺഫർമേഷൻ കിട്ടിയ ഒരു പ്രൂഫൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ഓൾ അക്രോസ് ഇന്ത്യ ആൻഡ് കൺട്രോൾ ദി എയർ പൊല്യൂഷൻ. അപ്പോൾ ഇതൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മെത്തേഡായിട്ട് നമുക്ക് ഏതെങ്കിലും മെയിൻസ് ആൻസറിൽ കോട്ട് ചെയ്യാം. പിന്നെ ഇത് ഇന്ന് ആക്ച്വലി വന്നിട്ടുള്ള ഒരു നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു ന്യൂസാണ്. ഒമ്നി പ്രോസസ്സർ ഇറ്റ് ഇസ് യൂസ് ടു എന്താ പറയുക കൺവേർട്ട് ഫീക്കൽ സ്ലഡ്ജ് ഇൻ ടു ഇലക്ട്രിസിറ്റി എന്നുള്ള കാര്യം. അപ്പോൾ ഇത് നമുക്കൊരു സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ദിസ് ടേം ഒമ്നി പ്രോസസ്സർ റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ് കറസ്പോണ്ട്സ് ടു വാട്ട് എന്നുള്ള ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു UPSC പ്രിലിംസ് ചോദ്യങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. അതായത് ആ ഒരു ടൈപ്പ് ഭയങ്കര പോപ്പുലറാണ്. അപ്പോൾ ഒമ്നി പ്രോസസ്സർ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഹ്യൂമൻ ഫീക്കൽ സ്ലഡ്ജിനെയൊക്കെ ഇലക്ട്രിസിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺവെർട്ടറാണ്, ഒരു പ്രോസസ്സാണ് എന്നുള്ള കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക. ആൻഡ് ദിസ് ക്യാൻ ബി സൈറ്റഡ് ആസ് എൻ എക്സാമ്പിൾ ഫോർ ഏതെങ്കിലും ഒരു മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് സൈറ്റ് ചെയ്യാം. പിന്നെ ആക്ച്വലി 2-3 അതർ ന്യൂസ് ചെറിയ ഇൻ ബ്രീഫ് എന്ന് പറഞ്ഞ് വരുന്ന ഹിന്ദുവിൽ വരുന്ന ഒരു സംഭവമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലെ GST അപ്പലേറ്റ് ട്രിബ്യൂണലിനെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റൈറ്റ് നൗ ദി ഫിനാൻസ് മിനിസ്റ്റർ ഷി ഹാസ് ലോഞ്ച്ഡ് ദിസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. അപ്പോൾ അത് ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഓപ്പറേഷണൽ. ഡിസംബർ മുതൽ അതിൻ്റെ ഹിയറിംഗ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറേ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു റിമെമ്പർ. ഇറ്റ് ഇസ് നോട്ട് വർത്ത് ടേക്കിംഗ് ഇറ്റ് അഗൈൻ, അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യാത്തത്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ UPI ഇപ്പോൾ പുതുതായിട്ട് ഖത്തറിലും അതിനെ ഇനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി UPI ഏതൊക്കെ കൺട്രീസ് അഡോപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് 2025 പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇറ്റ് ഇസ് ഹൈലി അൺലൈക്ലി ടു ആസ്ക് ഫോർ അനദർ പ്രിലിംസ്. പക്ഷേ നമ്മൾ ഈ ഡേറ്റ ഒന്ന് അറിഞ്ഞിരിക്കുക, ഖത്തറിലും ഇപ്പോൾ UPI ഇനേബിൾഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ 2-3 പ്രാവശ്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അലന്ത് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻഷ്യൽ ഫോം 7 ഒരു ഇഷ്യൂ. എന്താണെന്നുള്ള ഇഷ്യൂ ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ EC ഒരു പുതിയ സിഗ്നേച്ചർ ഫീച്ചർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മളന്ന് പറഞ്ഞിരുന്നു അതായത് നമ്മൾ EPIC നമ്പറും ഫോൺ നമ്പറും ഒക്കെ നമുക്ക് കൊടുത്താണ് ഒരു ഫോം 7 ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആ സമയത്ത് ഒരു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അതിനെ വെരിഫൈ ചെയ്ത് പുള്ളി വേണം, അല്ലെങ്കിൽ ഹി ഓർ ഷീ വേണം അതിനെ ആ ഒരു ഡെലീഷനും കറക്ഷനൊക്കെ വരുത്താനായിട്ടെന്നുള്ള കാര്യം. പക്ഷേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെരിഫിക്കേഷൻ ഒന്നും നടക്കാറില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഇഷ്യൂവിനെ ടാക്കിൾ ചെയ്തുകൊണ്ട് ഈ ഒരു വെരിഫിക്കേഷൻ എന്നുള്ള രീതിക്ക് ആധാർ ഇനേബിൾഡ് ആയിട്ടുള്ള നമ്പറിൽ അത് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കും. അപ്പോൾ അങ്ങനെ ഒരു സിഗ്നേച്ചർ ഫീച്ചർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്ക് വേണോ അതിനകത്ത് പോർട്ടലിൽ കയറി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവരുടെ ആ ഫോൺ നമ്പർ ഇസ് ഇറ്റ് ലിങ്ക്ഡ് ടു ദെയർ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ കളക്ഷൻ ഇവിടെ നടക്കും. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ബേസിക്കലി നമ്മളൊരു ഡെമോക്രസിയിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് റേസ് ചെയ്യപ്പെടുമ്പം കറക്ഷൻ മെഷേഴ്സ് ഉണ്ടാവും. സോ രാഹുൽ ഗാന്ധി ആയാലും ഹൂവർ ഇറ്റ് ഇസ്, ഇറ്റ്സ് നോട്ട് സ്പീക്കിംഗ് അഗൻസ്റ്റ് ദി ഗവൺമെൻറ് ഓർ സംതിങ്. അപ്പോൾ ഇങ്ങനത്തെ അലിഗേഷൻസ് വരുമ്പോഴാണ് ECI കറക്റ്റീവ് സ്റ്റെപ്പ് എടുക്കുന്നത്. കാരണം നിങ്ങൾ ആലോചിക്കുക, 2023 ഈ ഇഷ്യൂ നടക്കുന്നത്. 2023 നടന്ന ഇഷ്യൂവിന് ഇതുവരെ കറക്റ്റീവ് സ്റ്റെപ്സ് ഒന്നും നടക്കാത്ത ഒരാൾ ഇപ്പം ഇങ്ങനെ ഭയങ്കര ഹ്യൂ ആൻഡ് ക്രൈ ഉണ്ടാകുന്ന സമയത്താണ് ഈ ഒരു സിഗ്നേച്ചർ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ എടുത്ത് കറക്ഷൻ. സംഭവം നമുക്ക് നന്നായാൽ മതി, പക്ഷേ നന്നാവണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റിൻ്റെ ആവശ്യങ്ങളൊക്കെ വന്നേക്കാം എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇന്നും വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട്, പക്ഷേ എന്നിരുന്നാലും വിൽ ജസ്റ്റ് റീക്യാപ്പ് വാട്ട് ഓൾ വി ഹാവ് ലേൺ. ആദ്യം നമ്മൾ സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് പോൾസിൻ്റെ കാര്യം നമ്മൾ കണ്ടു, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസും കാര്യങ്ങളൊക്കെ കണ്ടു. അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ അതല്ലാതെ നമുക്ക് ലഡാക്കിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ കുറിച്ച് നമ്മൾ കണ്ടു.
അവർക്ക് ഷെഡ്യൂൾ 6 ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ മേജർ കാര്യം. പക്ഷേ ഗവൺമെൻറ് ഇസ് വെരി റിലക്റ്റൻറ്റ്. പിന്നെ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിനെ കുറിച്ച് കണ്ടു. അതിനെക്കുറിച്ചുള്ള സാധനം ആ വീഡിയോ നിങ്ങൾ നോക്കുക. മൈഗോവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയാൽ മതി. ഒരുപാട് കാര്യങ്ങൾ അവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ റൈറ്റ് ഡൗൺ ഫോർ ദ സ്റ്റാറ്റ്സ്. അതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല സ്റ്റാറ്റ്സ് ഉണ്ടാവും അതിനകത്ത്. പിന്നെ നമുക്ക് മെഡിക്കൽ സീറ്റ്സിൻ്റെ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഒരു സ്കീമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ ഫോർ ദി മെഡിക്കൽ ഫീൽഡ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പിന്നെ UPA ഖത്തറിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു, ഒമ്നി പ്രോസസർ കൈൻഡ് ഓഫ് ലൈക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് മേജറായിട്ട് ഡിസ്കസ് ചെയ്തത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി സെഷൻ. സോ അൺടിൽ വി മീറ്റ് അഗൈൻ, ഗുഡ് ബൈ.